അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനവും സ്നേഹവും നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും വല്ലായ്മകളും മനസ്സിൻ്റെ നീറ്റലുകളും ഇടങ്ങേറുകളൊക്കെ പറഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. സർവശക്തനായ അല്ലാഹു എല്ലാവർക്കും ഒരു മനസ്സമാധാനം പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ദിനം പ്രതി മജ്ലിസുകളായിട്ടും ആത്മീയ മജ്ലിസുകളായിട്ടും ഇൽമായ ആ ഒരു നൂറാനിയത്തിനെ എത്തിക്കാൻ ഒരുപാട് പ്ലാറ്റ്ഫോം നമ്മുടെ മുമ്പിലുണ്ട്. അതെല്ലാം നമ്മൾ കേൾക്കുന്നവരുമാണ്. നമുക്ക് പറ്റുമെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരുമാണ്. ഇവിടെ നാം ഒരൊറ്റ കാര്യം ശ്രദ്ധിക്കണം. നമ്മളൊക്കെ ഇത് കേൾക്കുന്നതും ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതും ഇതെല്ലാം ചൊല്ലിപ്പറയുന്നതൊക്കെ നമ്മളെ ആഖിബത്ത് നന്നാകാൻ വേണ്ടിയിട്ടാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചത്തിൽ ചൊല്ലി മരിക്കാൻ നമുക്കൊക്കെ കൊതിയുണ്ട്. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ ആഖിറ ലോകത്ത് ആരംഭപ്പൂവായ മുത്തൊളി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ സ്വർഗത്തിൽ കടക്കാൻ അതാഗ്രഹിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ ഈ പണി ചെയ്യുന്നത്. നാം നിസ്കരിക്കുന്നത്, അമൽ ചെയ്യുന്നത്, ദിക്ർ ചൊല്ലുന്നത്, എല്ലാ ക്ലാസ്സുകളും കേൾക്കുന്നതൊക്കെ നമ്മുടെ ലക്ഷ്യം അതാണ്. ആ ലക്ഷ്യം ഏതാണ് എന്ന് മനസ്സിലാക്കിയാൽ നമ്മുടെ പ്രവർത്തനത്തിൽ ഒരു സന്തോഷമുണ്ടാകും, നമ്മുടെ വാക്കിൽ ഒരു മിതത്വമുണ്ടാകും, നമ്മളെ പെരുമാറ്റത്തിൽ ഒരു വവ്യതയുണ്ടാകും. ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വഴികൾ എന്താണ്, അതിനെക്കുറിച്ചാണ് നാം പഠിക്കേണ്ടത്. ഇന്ന് ആരോട് ചോദിച്ചാലും എല്ലാവരും നിസ്കാരക്കാരാണ്, എല്ലാവരും നോമ്പനുഷ്ഠിക്കുന്നവരാണ്, ഒരുപാട് ദിക്റുകൾ കൊണ്ടു നടക്കുന്നവരാണ്, വലിയ വലിയ ആളുകളുടെ ശിഷ്യന്മാരാണ്, മുരീദന്മാരാണ്, പ്രഗത്ഭരാണ്, അറിയപ്പെട്ടവരാണ്, സമൂഹം ബഹുമാനിക്കുന്നവരാണ്, തറവാടിത്വ മഹിമയുള്ളവരാണ്. വേഷവിധാനങ്ങളൊക്കെ വളരെ ഉഷാറാണ്. ഇന്ന് സോഷ്യൽ മീഡിയകൾ തുറന്നു നോക്കുമ്പോൾ എവിടെ നിൽക്കണം എന്നറിയാത്തൊരവസ്ഥയിലേക്ക് പാവങ്ങളായ മനുഷ്യൻ മാറിപ്പോയോ എന്നുള്ളിടത്താണ് ഒരു ചോദ്യചിഹ്നത്തിന് മറുപടിയില്ലാത്തൊരു സമയം. ഇവിടെ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, ഹക്കായ വഴി, ആരംഭപ്പൂവായ മുത്തൊളി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅ. നമ്മുടെ നിസ്കാരങ്ങളും നമ്മുടെ അമലുകളും നമ്മുടെ ദിക്റുകളും നമ്മുടെ സ്വലാത്തുകളും നമ്മുടെ തസ്ബീഹുകളും നമ്മുടെ മൗനങ്ങളും നമ്മുടെ സക്കനാത്ത്, ഹറക്കാത്ത്, അഫ്ആലുകൾ അല്ലാഹുവിൻ്റെ പൊരുത്തത്തിലാക്കി മാറ്റാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കണം. ഈമാനിൻ്റെ മാധുര്യം അനുഭവിച്ചവരൊക്കെ ഇന്ന് 6 അടി മണ്ണിലാണ്. നമുക്കറിയാം, പഴയ കാലങ്ങളിൽ പാടത്ത് കൃഷിപ്പണി ചെയ്ത് കഷ്ടപ്പെട്ടുകൊണ്ട് പാടത്തിൻ്റെ വരമ്പത്തിരുന്നിട്ട് അള്ളാഹുവിൻ്റെ ദർബാറിലേക്ക് മനമൊരുകി പ്രാർത്ഥിച്ച ഒരുപാട് പ്രായമുള്ളവർ, അവരെ കാണുമ്പോൾ തന്നെ ഈമാനാണ്. ഒരു കള്ളി തുണിയും പച്ച അരപ്പട്ടയും ഒരു ബനിയനും തലയിൽ ഒരു മുണ്ടും കെട്ടി അവർ പള്ളിയിലേക്ക് വരുന്ന ആ പാവം സാധുവായ നമ്മുടെ ഹാജിയരും കാരണവരും, അവർ സയ്യിദന്മാരെ ബഹുമാനിച്ചു, ആലിമീങ്ങളെ സ്നേഹിച്ചു, അവർ എല്ലാവരോടും നല്ല സ്നേഹത്തോടുകൂടെ പെരുമാറി. അവർ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ചൊല്ലി സന്തോഷകരമായി മരണപ്പെട്ടു പോയത് നമ്മുടെ മുമ്പിലുണ്ട്. എന്തുകൊണ്ടാണ്? അവർ ഗീബത്തിനില്ല, അവർ നമീമത്തിനില്ല, ആരെയും കുറ്റം പറയാനോ ആരുടെയും പോരായ്മകള് ചൊഞ്ഞന്വേഷിക്കാനോ അവർ
അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ ആഖിബത്ത് നന്നാവണം, നമ്മളെ ആഖിബത്ത് നന്നാവണം. ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സ്വഹാബത്തിനോട് പറയുന്നു, സ്വഹാബാ, നാളെ ആഖിറ ലോകത്ത് രണ്ടാളുകളെ കൊണ്ടുവരപ്പെടും സ്വഹാബാ. സ്വഹാബത്താകെ പ്രയാസത്തിലായി. ശിക്ഷയാലുള്ള രണ്ട് ആളുകളെ കൊണ്ടുവരുമെന്നാണ് അള്ളാന്റെ ഹബീബ് പറയുന്നത്. എന്ത് പറയുമ്പോഴും സ്വഹാബത്തിന് പേടിയാണ്. അത്രമേൽ വിശ്വാസമാണ് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാവിൽ നിന്ന് വന്നാൽ അത് ഹക്കാണല്ലോ. സ്വഹാബത്ത് ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആ സമയത്ത് ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, രണ്ട് വിഭാഗത്തെ ആളുകളെ നാളെ ആഖിറ ലോകത്ത് കൊണ്ടുവരും. ഒന്നാമത്തെ വിഭാഗം ആരാണെന്നറിയുമോ? അവര് നിസ്കാരക്കാരാണ്, അവര് നോമ്പുകാരാണ്, അവർ എല്ലാ കാര്യത്തിനു മുമ്പിലാണ്, അവർ എല്ലാ നിസ്കാരങ്ങൾക്കും എല്ലാ പ്രവർത്തനത്തിനു മുമ്പിലാണ്. അതാ അവരെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നു സ്വഹാബാ. പടച്ചവനെ, നിസ്കാരക്കാർക്ക് നരകമോ? അതുപോലെ ഇബാദത്ത് ചെയ്ത് പടച്ച റബ്ബിനോട് പൊട്ടിക്കരയുന്നവർക്ക് നരകമോ? സ്വഹാബത്ത് ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എങ്ങനത്തെ നിസ്കാരക്കാരാണെന്നറിയുമോ? എങ്ങനത്തെ നോമ്പുകാരാണെന്നറിയുമോ? എങ്ങനത്തെ ഇബാദത്ത് ചെയ്യുന്നവരാണെന്നറിയുമോ? എങ്ങനെ പൊട്ടിക്കരയുന്നവരാണെന്നറിയുമോ? അവരുടെ ഖൽബിൽ അണുമണിത്തൂക്കം ഈമാനില്ല. ആളുകൾ കാണാൻ വേണ്ടിയിട്ടാണ്, ജനം പറയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ളവർക്ക് നരകമാണെന്ന് ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. മറ്റൊരു വിഭാഗത്തെ കൊണ്ടുവരും. അവരാരാണെന്നറിയുമോ? അധികമായി നിസ്കാരങ്ങൾ അവരുടെ ഭാണ്ഡത്തിലില്ല, അധികമായി നോമ്പുകൾ അവരുടെ ഭാണ്ഡത്തിലില്ല, അധികമായി സകാത്തുകൾ അതുപോലെ ഹദിയകൾ പ്രവർത്തനങ്ങൾ അവരുടെ ഭാണ്ഡത്തിലില്ല. ആ പാവപ്പെട്ട മനുഷ്യന്മാർക്കൊന്നുണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, രക്ഷിതാക്കളെ, അവരുടെ ഖൽബിൽ ഈമാൻ ഉണ്ടായിരുന്നു. അവരിങ്ങനെ വഅ്ളിങ്ങനെ കേൾക്കുമ്പോൾ, പടച്ചവനെ, പഴയകാലത്ത് പള്ളി നിർമ്മിക്കണമെന്ന് പറയുമ്പോൾ, മദ്രസ ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ, നല്ല സംരംഭങ്ങൾ ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ, ഒരു പാവപ്പെട്ടവനെ സഹായിക്കണമെന്ന് പറയുമ്പോൾ, വീട്ടിൽ ഭക്ഷണമില്ലെങ്കിലും പാവങ്ങളെ സഹായിക്കാനുള്ള മനസ്സായിരുന്നു. പടച്ചവനെ, ഗൾഫിൽ നിന്ന് റിട്ടയർഡായി വന്നതാണ്, ഗൾഫ് നിറത്തി വന്നതാണ്. പക്ഷേ ഒരു പാവപ്പെട്ട സാധുവായ തൻ്റെ മഹല്ലത്തിൽ വീട് നിർമ്മാണം നടക്കുമ്പോൾ അതിലേക്ക് പിരിവ് കൊടുക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ വീട്ടിൽ സങ്കടപ്പെട്ടിരിക്കുന്നവനാ. അവനിക്കാണ് ഈമാൻ എന്ന് പറയുന്നത്. പടച്ചോനെ, ഒന്നും കൊടുക്കാനില്ലല്ലോ, ഒരു പാവപ്പെട്ട മനുഷ്യനാണല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മുടെ ജീവിതം നാളെ പൊരുത്തത്തിലാവാൻ, പടച്ച റബ്ബിന്റെ പൊരുത്തത്തിലാവാൻ ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപ്പാപ്പ പറഞ്ഞ രണ്ടാമത്തെ വിഭാഗത്തിൽ നമ്മൾ പെടാൻ പാടില്ല. വലിയ നിസ്കാരം നമുക്കുണ്ടാകും, വലിയ ദിക്ർ നമുക്കുണ്ടാകും, വലിയ തസ്ബീഹ് നമുക്കുണ്ടാകും, എല്ലാ ഓൺലൈൻ മജ്‌ലിസുകളിലും നമ്മളുണ്ട്. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, ഭർത്താവിന് കൊടുക്കേണ്ട ബാധ്യതകൾ നമുക്കുണ്ട്. ആ സമയത്ത് നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളിലാണോ? അവിടെ നമുക്ക് കാര്യമില്ല. എത്ര വലിയ ദിക്ർ ചൊല്ലിയിട്ടും അല്ലാഹുവിൻ്റെ പൊരുത്തമില്ല.
എൻ്റെ പ്രിയപ്പെട്ടവരെ, മക്കൾക്ക് നാം ചെയ്തു കൊടുക്കേണ്ട കടമകളുണ്ട്. നമ്മുടെ കുടുംബത്തിന് നാം ചെയ്തു കൊടുക്കേണ്ടത് ബാധ്യതകളുണ്ട്. നാളെ റബ്ബിൻ്റെ കോടതിയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ അല്ലാഹുവിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയണമെന്നുള്ള മനസ്സോടുകൂടെ ജീവിക്കുമ്പോഴാ യഥാർത്ഥത്തിൽ ഒരു മുഅ്മിനായ മനുഷ്യനായി മാറൂ. അല്ലാഹു നമുക്ക് തൗഫീഖ് തന്നനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് സന്തോഷത്തോടുകൂടെ നമ്മൾ ജീവിക്കണം. നമ്മളെ നിസ്കാരങ്ങളും നമ്മുടെ അമലുകളും നമ്മുടെ ദിക്റുകളും നമ്മുടെ സ്വലാത്തുകളൊക്കെ നമ്മളുടെ ഏടിൽ മാത്രമേ ഉണ്ടാകുള്ളൂ. അത് മറ്റൊരു ഏടിലേക്ക് പോകാൻ പാടില്ല. ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആരുമില്ലാത്ത എവരുമില്ലാത്ത സ്ഥലത്തിൽ നിന്ന് കളവ് പറയാൻ പോലും മടിക്കുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹു കേൾക്കുന്നുണ്ട്. ആ ഒരു വിശ്വാസമാണ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ടത്. ഞാൻ വഅള് പറയുമ്പോൾ, ഞാൻ പ്രസംഗിക്കുമ്പോൾ ആദ്യമായി എന്നോടുള്ളൊരു മോട്ടിവേഷനാണ്, എന്നോടാ ഞാൻ പറയുന്നത്. നന്നാവണമെന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ സ്വന്തം ശരീരത്തിനോട് പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ മനസ്സിനോട്, എൻ്റെ ശരീരത്തിനോടാ ഞാൻ പറയുന്നത്. നിങ്ങൾ ആരെയും ഉപദേശിക്കാൻ ഞാൻ അർഹനല്ല. പക്ഷേ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്ന് മാത്രമാണ്. അല്ലാഹുവേ, സന്തോഷത്തോടുകൂടെ റാഹത്തായി ജീവിക്കാൻ അല്ലാഹ് ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. അല്ലാഹ് മൈക്ക് കിട്ടുമ്പോൾ പ്രസംഗിക്കാൻ എല്ലാവരും ഉഷാറാണ്. അതുപോലെ സദസ്സ് റാഹത്താക്കാൻ എല്ലാവരും ഉഷാറാണ്. പടച്ചവനെ, ഞങ്ങളെ ജീവിതം അതുപോലെ ആക്കാൻ ഒരുപാട് പണിയുണ്ട്. അല്ലാഹ് ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഞങ്ങൾ പറയുന്നത് പോലെ ജീവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണം. അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ടവരെ, നല്ല ഈമാനോടുകൂടെ നമ്മൾ ജീവിച്ചാൽ മരിക്കുന്ന സമയത്ത് പുഞ്ചിരിയോടുകൂടെ കണ്ണടക്കാൻ നമുക്ക് കഴിയും. അതാണ് നമ്മളെ മഹത്തുക്കൾ ജീവിച്ച് കാണിച്ചു തന്നത്. അവരിങ്ങനെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് അവർ കണ്ട സ്വപ്നങ്ങളേതാ? ഖബറായിരുന്നു. ആ ഖബറിൽ അവർക്ക് സുഗന്ധമായിരുന്നു, ആ ഖബറിൽ അവർക്ക് ആനന്ദമായിരുന്നു, ആ ഖബറിൽ അവർ സ്വർഗത്തിന്റെ കവാടം തുറന്നു വെച്ചതായിരുന്നു കണ്ടത്. അവർ മരണത്തെ കൊതിച്ചുപോയി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ചൊല്ലി ലോകത്തോട് വിട പറഞ്ഞ എത്ര മഹത്തുക്കളുടെ കഥകളാ കിതാബിലൂടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, സന്തോഷകരമായ മരണമാ നമുക്കുണ്ടാവേണ്ടത്. ഒരു 4 കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ആഖിബത്ത് നന്നായി മരിക്കാൻ, സന്തോഷത്തോടുകൂടെ മരിക്കാൻ, ലക്ഷ്യസ്ഥലത്തേക്ക് എത്താൻ, അത് സ്വർഗമാണ്, അല്ലാഹുവിൻ്റെ തൃപ്തിയാണ്. ഒരൊറ്റ 4 കാര്യം പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഒന്നാമതായി ലക്ഷ്യസ്ഥലത്തേക്ക് എത്താൻ ആരംഭപ്പൂവായ മുത്തൊളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ചെയ്യുന്ന കർമ്മത്തിൽ ഇഖ്ലാസ് ഉണ്ടാവണം. പടച്ചവനെ, ഇത് പടച്ച റബ്ബിൻ്റെയൊക്കെ പ്രതിഫലം കിട്ടാനാണ്. എന്ത് ചെയ്യുമ്പോഴും ആ നിയ്യത്ത് വെച്ചാൽ അതിന് പ്രതിഫലമുണ്ട്. ആ പ്രതിഫലങ്ങൾ സ്വർഗമാ കിട്ടാൻ പോകുന്നത്. രണ്ടാമതായി എൻ്റെ പ്രിയപ്പെട്ടവരെ, തഖ്വ ഉണ്ടാവുക, പടച്ചോനെ പേടി ഉണ്ടാവുക. ഏത് കാര്യം ചെയ്യുമ്പോഴും അല്ലാഹ്, ഒരു കച്ചവടക്കാരനാണെങ്കിൽ അവൻ തുലാസിൽ തൂക്കുന്ന സമയത്ത് റബ്ബേ, ഒരു അണുമണി തൂക്കം കുറഞ്ഞു പോയോ എന്ന പേടി അവൻ്റെ കൽബിലുണ്ടോ? അത് മതി എൻ്റെ പ്രിയപ്പെട്ടവരെ. അതിനാണ് തഖ്വ എന്ന് പറയുന്നത്. അങ്ങനെ തഖ്വ ഉണ്ടാവുക. മൂന്നാമതായി എന്താണെന്നറിയുമോ? ഒരു മരണത്തെക്കുറിച്ചൊരു ചിന്തയുണ്ടാവുക. പടച്ചോനെ, മൗത്താവണമല്ലോ, ഞാൻ മരിച്ചു പോകുമല്ലോ, ഖബറിൽ ഒറ്റക്കാണല്ലോ, ആഖിറമെന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ വരാനുണ്ടല്ലോ. പടച്ചവനെ, ഹിസാബുണ്ടല്ലോ, നരകമുണ്ടല്ലോ, സ്വർഗമുണ്ടല്ലോ. ഈ ചിന്ത നമ്മുടെ ഖൽബിലുണ്ടോ? ആഖിബത്ത് നന്നായി ലക്ഷ്യസ്ഥലത്തേക്ക് എത്താൻ കഴിയുന്നതാ. നാലാമതായി പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യണേ. ഈ 4 കാര്യം ലക്ഷ്യസ്ഥലത്തേക്ക് എത്താനുള്ള വഴിയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തന്നനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.